നമ്മൾ ഇന്നത്തെ ഫുഡിൻ്റെ വ്ളോഗ് നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ എന്താ അബുദാബി എന്ന് പറഞ്ഞ ഹോട്ടൽ, വളാഞ്ചേരി കാവുമ്പുറത്ത് നിന്ന് അമ്പലപ്പറമ്പ് സബ്സ്റ്റേഷൻ്റെ അമ്പലപ്പറമ്പിൽ നിന്ന് നേരെ പട്ടണക്കാവ് റോഡിൽ പാറ എത്തുന്നതിൻ്റെ മുന്നേ ഹോട്ടൽ അബുദാബി. ഇവിടുത്തെ അല്ലാതെ ചില്ലറ വലിയ ഹൈപ്പുള്ള ഐറ്റംസ് ഒന്നുമല്ല, പക്ഷെ എങ്കിലും നമ്മൾ കുറേ കാലമായിട്ട് നാട്ടിലുള്ള ഹോട്ടലാണ്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ചിക്കൻ ചുക്ക. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് കാസിമുണ്ട്. ഇതാണ് നമ്മളിതിൻ്റെ ഓണർ ഷോപ്പിൻ്റെ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സൗകര്യം. നമ്മളെ നാട്ടിൻപുറത്തൊരു കട. ഇവിടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രേക പറഞ്ഞോളി, എന്തൊക്കെയല്ലേ? ചിക്കൻ ചുക്ക ഉണ്ട്, ലിവർ ഉണ്ട്, ബീഫ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്. എന്താ പാർട്സ് ലിവറോ? ബീഫല്ലേ? ബീഫ് റെഡി. ലിവറല്ലേ? എല്ലുള്ള പീസ് ഇട്ടുണ്ട്. ചുക്ക പൊറോട്ട 2 കൂടെ. നമുക്ക് കൈയൊക്കെ ഇരിക്കാം. ആദ്യം നമുക്ക് ലിവർ പൊറോട്ടയായിട്ട് നോക്കി. ലിവർ നല്ല പീസ് മാറി ഉണ്ട് കേട്ടോ. ലിവർ ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നല്ല ഓക്കെയാണ്, കുഴപ്പമില്ല. ഒരു ബീഫ് കുരുമുളകിൻ്റെ ഒക്കെ ടച്ച് കറക്റ്റ് കിട്ടുന്നുണ്ട്, കടിക്കാൻ കിട്ടുന്നുണ്ട്, ഫ്ലേവർ വരുന്നുണ്ടാവില്ലേ? കാലങ്ങളായിട്ട്, അതായത് ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കണ ആ ടൈം മുതൽ കട പടയുന്നില്ല, വേറെ ഇരുന്നു. അന്ന് മുതൽ ഈ സാധനം അന്നത്തെ അതേ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. പിന്നെ എപ്പോഴും വാപ്പാനൊക്കെ ആയിട്ട് ഒരുപാട് സാധനം വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വാപ്പാനായിട്ടുള്ള ഒരു ടച്ചും കൂടെ ഈ കടയുമായിട്ടുണ്ട്. സാധനം പൊതുവെ നമ്മൾ ഷോപ്പിൽ ചെന്നാൽ ഞാൻ ഓർഡർ ചെയ്യൽ സ്കിപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ചൈനീസിലുള്ള, അതായത് കൂടുതൽ സോസ് വരുന്നതായിട്ട്. ഇത് കാര്യമായിട്ട് സോസ് ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഒപ്പം തന്നെ സ്പൈസി ആയത് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ വന്നാൽ ഇത് ഹൈലൈറ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ വന്നത്. എൻ്റെ ഒപ്പമുള്ള ഐറ്റംസ് ട്രൈ ചെയ്തെന്ന് മാത്രം. ഇവിടെ വന്നാൽ എന്തായാലും ഈ സാധനം ചിക്കൻ ചുക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് പൊറാട്ടൻ്റെ ഒപ്പം ഓക്കെയാണ്, റൈസിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസിൻ്റെ ഒപ്പം ഞാൻ ഇപ്പോൾ ഒന്നാണ് കഴിക്കുന്നത്. സാധനം നല്ല ഓക്കെ, ഈ മസാല സൂപ്പറാണ്. ഏതായാലും ഇത് നമുക്ക് ശരിയാക്കണം, നമുക്ക് ശരിയാവും നോക്കി നോക്കി. കുറച്ച് പീസിൽ ബിരിയാണി
നോർമൽ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചുക്ക് ഓർഡർ ചെയ്തിട്ട് ഈ ചുക്കും റൈസും പീസും കൂടെ എന്നുണ്ടെങ്കിൽ നല്ല നേക്കിൻ്റെ മസാലയുടെ ചിക്കൻ്റെ ടേസ്റ്റും ബിരിയാണി റൈസിൻ്റെ മസാലയും കൂടെ നല്ല അടിപൊളി ഒരു ഫ്ലേവറായിട്ട് വരുന്നുണ്ട്. പൊറോട്ട പത്തത്തൂർ ഇവിടെ റൈസ് എടുക്കുമ്പോൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി. കാസിം ഓൺ സ്റ്റേജ് ട്രൈ ചെയ്ത് നോക്കുന്നത് അതിൻ്റെ ഇവരൊന്നും പറയുന്നത് എന്താ പറയുക, എന്തെങ്കിലും 2 വാക്ക് പറയും. ഇത് രണ്ടും കൂടി ട്രൈ ചെയ്യട്ടെ. മറ്റേ ഏതാണ് കിങ് എന്ന് പറയാലോ. അങ്ങനെ കിങ്ങിനെ മാത്രമേ പറഞ്ഞോളൂ അല്ലേ? കിങ്ങിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണ്ടേ. ഇത് കൊള്ളാം. എന്താ ചുക്ക? പക്ഷേ എനിക്ക് ഒരു റെക്കമെൻഡേഷൻ ഉള്ള എന്താ വെച്ചിട്ടാ, ചൂടോടെ കഴിക്കണം, ചൂട് പോകാൻ പാടില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞു ബീഫാണ് എൻ്റെ ഫേവറേറ്റ് ചെയ്യുന്നു പേഴ്സണലായിട്ട്. കാരണം ഞാൻ അന്ന് വന്നപ്പോൾ തണുത്തതായിരുന്നു. അതുകൊണ്ട് ചൂടുള്ളാകുമ്പോൾ ബെറ്റർ ആയി. ഇനി ബീഫ് എന്താ നോക്കാം, പഴയ ടേസ്റ്റ് വരുന്നുണ്ടോ, കുറേ കാലം കഴിച്ചിട്ട്. ഈ പറഞ്ഞത് ശരിയാണ്, ആ കുരുമുളകിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഉഷാറാണ്. അപ്പോൾ ഇതാണ് മാറ്റി വെച്ചാൽ ഇത് രണ്ടും അടിപൊളി. പാർസൽ മിസ്സായിട്ടുണ്ട് അല്ലേ? മിസ്സായി പോയാൽ മതി. നിങ്ങളുടെ റൈസും ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ നോക്കി വെക്കാം. റൈസും നമ്മളെ ആ ചുക്കയും ആ പീസ് എടുത്തോട്ടെ, ഇന്ന് ഇറച്ചിയും കൂടെ മിക്സായിരുന്നു. ആ ചെറിയ കെച്ചപ്പിൻ്റെ മധുര കിട്ടുമ്പോൾ ഏറെക്കുറൊക്കെ തീർക്കാൻ പറ്റുന്നിടത്തോളം തീർത്തേക്കണം. ഇതെന്ത് പറഞ്ഞു ചോർന്നിട്ട് വന്നോ? ടോട്ടല് 410 ബില്ല്. ബാക്കിയുള്ള നമ്മൾ പാർസലാക്കി കര പോയിട്ട് പോകും. പൊറാട്ട ഒരാളാണ്. അപ്പോൾ മൂപ്പര് അടിച്ചിങ്ങനെ ഇട്ടിട്ട് അവിടുന്ന് ഫുഡ് എടുത്തിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പോൾ രാവിലെ അടിച്ചിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-12 മണി വരെയൊക്കെ ആ പൊറാട്ട തന്നെ കഴിക്കാറും. അപ്പോൾ പൊറാട്ട ചിലപ്പോൾ അത്രത്തോളം എന്തായിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ ചൂടോടുക്കിനെ കിട്ടണ മാതിരി ഇവിടുന്ന് അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ വന്നിടത്തോളമൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ചൂടോടുക്കിനെ വേണമെന്നുണ്ടെങ്കിൽ വരുന്ന വായിക്കുന്ന ഒരു ചപ്പാത്തി കമ്പനി രണ്ടെണ്ണം വാങ്ങി പാർസലാക്കി കൊണ്ടുവരേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ തിന്നാനായിക്കൊന്ന് പറിച്ചു നോക്കാറുള്ളൂ. പൊറാട്ടക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇവിടെ ഉണ്ട്. ബാക്കി ചുക്ക എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പറയാം മസ്റ്റ് ട്രൈ. ഇതുവരെ നമ്മളങ്ങനെ പറഞ്ഞില്ല. സാധനം കഴിച്ചു നോക്കി, സാധനം ടേസ്റ്റ് ഉണ്ട്, ഉഷാറാണ്.